ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസിഷൻ ട്രീ അനാലിസിസ്. അത് നമ്മളിപ്പോൾ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആയ ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി. സെക്കൻഡ് വൺ ഡിസിഷൻ ട്രീ അനാലിസിസ്. A decision tree is a flowchart that starts with one main idea and then branch out based on the consequences of decision. അത് ഡിസിഷൻ ട്രീ അനാലിസിസിൽ ഒരു മെയിൻ ഐഡിയ ഉണ്ടാവും, അതിൻ്റെ പല ബ്രാഞ്ചസ്, ഒരു ട്രീ പോലെ പല ബ്രാഞ്ചസ് അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് അത് ചേർത്തുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് കോൾഡ് എ ഡിസിഷൻ ട്രീ ബിക്കോസ് ദ മോഡൽ ടിപ്പിക്കലി ലുക്ക് ലൈക്ക് എ ട്രീ വിത്ത് ബ്രാഞ്ചസ്. അതായത് ഒരു ട്രീയുടെ വിവിധ ബ്രാഞ്ചസ് ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. These trees are used for decision tree analysis, which involve visually outlining the potential outcomes, cost, consequences of a complex decision. അങ്ങനെ പല രീതിയിലുള്ള ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. They help visualize complex decision scenario and calculate expected value to aid the decision making. അതായത് നമുക്കിപ്പോൾ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ ഒരു വിഷ്വലൈസ് ആയിട്ട് എന്തൊക്കെയാണ്, ഒരു കോസ്റ്റ് എത്ര വരും, അതിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെ വരും, അതിൻ്റെ കോംപ്ലക്സിറ്റി എത്രത്തോളം, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഡിസിഷൻ ട്രീസ് ആർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസിഷൻസ് ആൻഡ് ദെയർ പൊട്ടൻഷ്യൽ കോൺസിക്വൻസസ്. അത് ആ ഡിസിഷൻ ട്രീയിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെ നമുക്കിതിൻ്റെ കോൺസിക്വൻസസ്, എന്തൊക്കെ നമ്മൾ നേരിടേണ്ടി വരും, അതായത് പ്രോഫിറ്റ് എത്രത്തോളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, എല്ലാ കാര്യങ്ങളും ഈ ഒരു വിഷ്വലൈസ്ഡ് റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ദീസ് ട്രീസ് ആർ പെർട്ടിക്കുലർലി ഹെൽപ്പ് ഫോർ അനലൈസിങ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് മേക്ക് എ ഡിസിഷൻ ബേസ്ഡ് ഓൺ നമ്പേഴ്സ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അല്ലെങ്കിൽ നമ്പറിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് അനലൈസ് ചെയ്യാനാണ് ഇത് കൂടുതലായിട്ടും സഹായിക്കുന്നത്. ഇനി ഡിസിഷൻ ട്രീ അനാലിസിസിൻ്റെ സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, alternative branches. Alternative branches are two lines that branch out from one decision on decision tree. ഇതൊരു ഡിസിഷനെ രണ്ടായിട്ട് തിരിക്കുക, അതായത് അതിൻ്റെ ഒരു ഡിസിഷൻ ആകുമ്പോൾ അതിന് അനുകൂല കാര്യങ്ങളുണ്ടാവും, അതുപോലെ പ്രതികൂലം ഉണ്ടാവും. രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് അതിന് തിരിക്കുന്നതാണ് ഓൾട്ടർനേറ്റീവ് ബ്രാഞ്ചസ്. ദീസ് ബ്രാഞ്ചസ് ഷോ ടു ഔട്ട്കം ഓർ ഡിസിഷൻ ദാറ്റ് സ്റ്റെം ഫ്രം ദ ഇനീഷ്യൽ ഡിസിഷൻ ട്രീ. ആ ഇനീഷ്യൽ ഡിസിഷൻ ട്രീയിൽ നിന്ന് സ്റ്റെം ഔട്ട് വരുന്ന രണ്ട് ബ്രാഞ്ചസ് ആണത്. അടുത്തത് ഡിസിഷൻ നോട്ട്സ്. ഡിസിഷൻ നോട്ട്സ് ആർ സ്ക്വയർ ആൻഡ് റെപ്രസെൻ്റ് എ ഡിസിഷൻ ബീയിങ് മെയ്ഡ് ഓൺ ട്രീ. എവറി ഡിസിഷൻ ട്രീ സ്റ്റാർട്ട് വിത്ത് ദിസ് ഡിസിഷൻ നോട്ട്. ഈ ഡിസിഷൻ നോട്ടിലൂടെയാണ് ഒരു ഡിസിഷൻ ട്രീ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ചാൻസസ് നോട്ട്. ചാൻസസ് നോട്ട് ആർ സർക്കിൾ ദാറ്റ് ഷോ മൾട്ടിപ്പിൾ പോസിബിൾ ഔട്ട്കം. അതായത് ഒരു ഡിസിഷന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല രീതിയിലുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, അതിനെ കാണിക്കാനാണ് ഈ ചാൻസസ് നോട്ട്. പോസിബിൾ ആയിട്ടുള്ള പല വേയ്സ് ഉണ്ടാവും, വഴികളുണ്ടാവും, അതിനെ കാണിക്കാനാണ് ഈ ചാൻസസ് നോട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, എൻഡ് നോട്ട്. എൻഡ് നോട്ട് ആർ ട്രയാങ്കിൾ ദാറ്റ് ഷോ ഫൈനൽ ഔട്ട്കം. ഫൈനൽ ഔട്ട്കം വരുന്നതാണ് എൻഡ് നോട്ട്, അല്ലെങ്കിൽ ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ളത്. ഇത് ഫൈനൽ ആയിട്ടുള്ളൊരു ഡിസിഷൻ്റെ ഔട്ട്കം ആണ് ഇത് സൂചിപ്പിക്കുന്നത്. എ ഡിസിഷൻ ട്രീ അനാലിസിസ് കമ്പൈൻ ദീസ് സിമ്പിൾസ് വിത്ത് നോട്ട് എക്സ്പ്ലെയിനിങ് ഡിസിഷൻ ആൻഡ് ഔട്ട്കം. ഈ ഒരു ഡിസിഷൻ ട്രീ അനാലിസിസിലൂടെ നമുക്ക് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലിയർ വിഷ്വലൈസേഷൻ നമുക്ക് കിട്ടും. ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിഷൻ ട്രീ. ഇനി ഡിസിഷൻ ട്രീയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? എ ഡിസിഷൻ ട്രീസ് ബേസ് നോട്ട്, ബ്രാഞ്ചസ്, ഇൻറ്റേർണൽ നോട്ട് ആൻഡ് ചൈൽഡ് നോട്ട്സ് കംപ്രൈസസ് ദ ഹൈറാർക്കിക്കൽ ട്രീ സ്ട്രക്ചർ. അതായത് ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു ട്രീയുടെ ഒരു സ്ട്രക്ചർ, ഇതെല്ലാ ഡീറ്റെയിൽസും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ദേ ആർ എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ ഡിറൈവിങ് കൺക്ലൂഷൻ ഫ്രം ക്വാണ്ടിഫയബിൾ ഡാറ്റ ആൻഡ് മേക്കിംഗ് ഡാറ്റ ഡ്രൈവൺ ഡിസിഷൻ. അതായത് ഒരു ഡിസിഷൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട്, അത് കറക്റ്റായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് മാറ്ററിൽ എണ്ണി തിട്ടപ്പെടുത്താനും ആ രീതിയിൽ ഇത് സഹായിക്കുന്നു. ഡിസിഷൻ ട്രീസ് മേ ബി ഇൻഎഫക്റ്റീവ് വെൻ യൂസ്ഡ് എലോൺ, ബട്ട് വെൻ കപ്പിൾഡ് വിത്ത് അതർ മോഡ് ദേ ക്യാൻ പ്രൊഡ്യൂസ് എഫക്റ്റീവ് ടാഗിങ് ആൻഡ് ബൂസ്റ്റിംഗ് മോഡൽ. ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് ചിലപ്പോൾ എഫക്റ്റീവ് ആയിരിക്കണം എന്നില്ല, ഒരു മോഡലിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദേ ആർ യൂട്ടിലൈസ്ഡ് ഇൻ മെഷീൻ ലേണിംഗ് ഫോർ ബോത്ത് കാറ്റഗറൈസേഷൻ ആൻഡ് റെക്കഗ്നൈസേഷൻ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കാറ്റഗറൈസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. ഡിസിഷൻ ട്രീ വിത്ത് വേരിയസ് ആക്ഷൻസ് ആൻഡ് ദ പോസിബിൾ റിസൾട്ട് അസിസ്റ്റ് ഇൻ വിഷ്വലൈസിങ് ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഡിസിഷൻ ട്രീ. എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ, ട്രാൻസ്പെറൻറ്റ്. ദ ബെസ്റ്റ് പാർട്ട് ഓഫ് അബൌട്ട് ഡിസിഷൻ ട്രീ ഈസ് ദാറ്റ് ദേ പ്രൊവൈഡ് എ ഫോക്കസ്ഡ് അപ്രോച്ച് ടു ഡിസിഷൻ മേക്കിംഗ്. When we consider each decision and calculate their expected value, we should have a clear idea about the decision make more sense. അതായത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സുതാര്യമായിരിക്കും. ഇപ്പോൾ ആർക്കും നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മനസ്സിലാക്കാൻ സാധിക്കും.
efficient. The decision trees are efficient because they require little time and few resources to create. ഡിസിഷൻ ട്രീ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ ചുരുങ്ങിയ സമയം മതി, അല്ലെങ്കിൽ ചുരുങ്ങിയ റിസോഴ്സസേ ആവശ്യമുള്ളൂ. അതർ ഡിസിഷൻ മേക്കിംഗ് ടൂൾസ് ലൈക്ക് സർവേ, യൂസർ ടെസ്റ്റിംഗ്, ഫോട്ടോടൈപ്സ് ക്യാൻ ടേക്ക് മന്ത്സ് ആൻഡ് ലോട്ട് ഓഫ് മണി ടു കംപ്ലീറ്റ്. വേറെ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ധാരാളം പൈസയും പണവും എല്ലാം ചിലവ് വരും. ഡിസിഷൻ ട്രീ ഈസ് എ സിമ്പിൾ ആൻഡ് എഫിഷ്യൻറ്റ് വേ ടു ഡിസൈഡ് വാട്ട് ടു ഡു. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള സിമ്പിളായിട്ടും എഫിഷ്യൻ്റായിട്ടും പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു രീതിയാണ് ഈ ഡിസിഷൻ ട്രീ അനാലിസിസ്. നെക്സ്റ്റ്, ഫ്ലെക്സിബിൾ. ഇഫ് വി കം അപ്പ് വിത്ത് എ ന്യൂ ഐഡിയ വൺസ് വി ഹാവ് ക്രിയേറ്റഡ് അവർ ട്രീ. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ആശയം ആദ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഐഡിയ വരുമ്പോൾ ആദ്യം ഒരു ട്രീ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നീട് നമുക്കത് ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടി നന്നാക്കാം, കുറച്ചും കൂടി ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആ ട്രീയെ നമുക്ക് ഫ്ലെക്സിബിളായിട്ട് വലുതാക്കിക്കൊണ്ടേ ഇരിക്കാൻ പറ്റും. നമ്മൾ പറ്റിയ ഐഡിയാസ് എല്ലാം അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നു. വി ക്യാൻ ഓൾസോ ആഡ് ബ്രാഞ്ചസ് ഫോർ പോസിബിൾ ഔട്ട്കംസ് ഇഫ് യു ഗെയിൻ ഇൻഫർമേഷൻ ഡ്യൂറിങ് യുവർ നമ്മൾ അനാലിസിസിൻ്റെ തന്നെ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ഇൻഫർമേഷനും പുതിയ പുതിയ ഐഡിയാസ് വരുമ്പോൾ ആ ബ്രാഞ്ചസിനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. Constructive one. The decision tree algorithm is a constructive one that aids essential decision making process. Quick decision. Decision trees are be visualized, which is exactly why courts have a much easier than dealing with an algorithm. ഒരു അൽഗോരിതം മെത്തേഡ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നു, പെട്ടെന്ന് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. They can quickly accumulate the idea or information given by the client, visualize it and deliver an algorithm. The functioning of this decision algorithm is similar to thought process of an actual human brain. ഒരു ആക്ച്വൽ ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് പോലെ അതിൻ്റെ ഫങ്ഷൻസും നമുക്ക് സിമിലർ ആയിരിക്കും. Decision trees are surprisingly not that expensive because it makes greedy decision. അത് എക്സ്പെൻസീവ് അല്ല. Disadvantages. Over filtering of data. One of the primary disadvantages of decision tree is their ability to overfit the training ഡാറ്റ. അത് നമ്മൾ പറഞ്ഞു, നമുക്ക് പുതിയ പുതിയ ഐഡിയ വരുന്നതനുസരിച്ച് ബ്രാഞ്ചസ് കൂട്ടിക്കൊണ്ട് വരാം, ഡാറ്റാസ് കൂടുതൽ കൂടുതൽ ആഡ് ചെയ്യാമെന്ന് പറയാം. അങ്ങനെ കൂടുതലാവുമ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടും, കോംപ്ലക്സ് ആവും. ഡാറ്റ വളരെ സിമ്പിൾ ആവില്ല, അത് കോംപ്ലക്സ് ആവും. അത് പെട്ടെന്ന് മനസ്സിലാക്കാനും ഒരു നല്ലൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ വരുന്നു. Instability. They are highly sensitive to small variation in the data. A minor change in the data substantially different tree structure. ഇതൊരു ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ പോലും ആ ട്രീയുടെ സ്ട്രക്ചർ മാറുന്നു, അതിൽ വേരിയേഷൻസ് വരുന്നു. ഇത് സ്റ്റേബിൾ ആയിരിക്കില്ല. ബയസ് ഫോർവേഡ് ടു ഡൊമിനൻറ്റ് ക്ലാസ്സസ്. ഡിസിഷൻ ട്രീ ടെൻഡ് ടു ബയസ് ഫോർവേഡ് എ ഡൊമിനൻറ്റ് ക്ലാസ് ഇൻ ക്ലാസിഫിക്കേഷൻ ടാസ്ക് വിത്ത് ഇംബാലൻസ് ഡാറ്റ സെറ്റ് where one class significantly outnumbers the others, making the one of the disadvantages of decision tree. Lack of smoothness. It creates series of discrete step-like decision boundary which can result in a lack of smoothness in the prediction. Predictionന് സ്മൂത്ത്നെസ് കുറവായിട്ടും അതെപ്പോഴും കറക്റ്റ് ആയിരിക്കണം എന്നില്ല. Complex. While decision tree often come to definite an end point, they can become complex if add too many decision to tree. അതായത് നമ്മളിപ്പോൾ ഒരു എൻ്റെ എടുത്ത് ആ ഡിസിഷൻ്റെ അവസാനം ഒരു തീരുമാനം എടുത്താൽ പിന്നെ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ നമ്മളത് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും, അത് പിന്നെയും കോംപ്ലക്സ് ആവും. ഇഫ് ട്രീ ബ്രാഞ്ചസ് ഓഫ് ഇൻ മെനി ഡയറക്ഷൻ വി മേ ഹാവ് ടു ഹാഡ് ഹാർഡ് ടൈം കീപ്പിംഗ് ദ ട്രീ അണ്ടർ റാപ്സ് ആൻഡ് കാൽക്കുലേറ്റിംഗ് എക്സ്പെക്റ്റഡ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. ദ ബെസ്റ്റ് വേ ടു യൂസ് ഡിസിഷൻ ട്രീ ഈസ് ടു കീപ് ഇറ്റ് സിമ്പിൾ സോ ഇറ്റ് ഡസൻറ്റ് കോസ് കൺഫ്യൂഷൻ ഓർ ലോസ് ഇസ് ബെനിഫിറ്റ്. ദിസ് മേ മീൻ യൂസിങ് അനദർ ഡിസിഷൻ മേക്കിംഗ് ടൂൾ ടു നാരോ ഡൗൺ. അതിപ്പോൾ ഒരു ഡിസിഷൻ ട്രീയിൽ അധികം ഈ ആഡ് ചെയ്യാണ്ട് ഒരേ തീരുമാനമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. റിസ്കി. ദ ഡിസിഷൻ ട്രീസ് യൂസസ് എ പ്രോബബിലിറ്റി അൽഗോരിതം. സോ ദ കാൽക്കുലേറ്റഡ് എക്സ്പെക്റ്റഡ് വാല്യൂ ഈസ് എസ്റ്റിമേഷൻ നോട്ട് ആൻ ആക്യുറേറ്റ് പ്രഡിക്ഷൻ ഓഫ് ഈച്ച് ഔട്ട്കം. അത് പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യതയുമായിട്ടുള്ള അൽഗോരിതമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള എസ്റ്റിമേഷൻ അല്ലെങ്കിൽ എത്രയാവും അല്ലെങ്കിൽ ലാഭം ഇത്രയാവും അത് പ്രതീക്ഷിച്ചത് നമുക്ക് പ്രഡിക്ഷൻ മാത്രമാണ് അല്ലേ, അപ്പോൾ അത് പ്രതീക്ഷിച്ച പോലെ വരാൻ സാധ്യതയില്ല. ദിസ് മീൻസ് വി മസ്റ്റ് ടേക്ക് ദീസ് എസ്റ്റിമേഷൻ വിത്ത് എ ഗെയിൻ ഓഫ് സോൾട്ട്. ഇഫ് വി ഡോണ്ട് സഫിഷ്യൻ്റ്ലി weigh the probability and payoff of our outcome, we could take a lot of risk with the decision we choose. അത് കറക്റ്റായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ ഡിസിഷനിൽ ധാരാളം റിസ്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും.